ഹലോ നമസ്കാരം എല്ലാവർക്കും BM ഹോം സിനിമാസിന്റെ പുതിയൊരു തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 7.2.4 ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള തിയേറ്ററാണ്. അപ്പോൾ ഓൾറെഡി തിയേറ്ററിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിന്റെ വിശേഷങ്ങൾ, അതിൽ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന്, നമുക്ക് എക്സ്പീരിയൻസ് എന്താണെന്നും ഇതിന്റെ ഓണർ കൂടിയായിട്ടുള്ള നമ്മുടെ രഘു സാറോടൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും BM സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Star flows into the sky. The summer was alive, going to the end of time. I can see the daylight. Eyes were perfect in the really the end. Just so like a stranger, so far away from me. You said you're running for me, but I managed for our story. Baby, don't be sorry for me. Gonna just perfect story. भी हो जाएगी और शादी हो जाएगी। और तूने हाँ हाँ मतलब मतलब शादी कर ली। Star flows into the sky. The summer was alive, going to the end of time. I can see the daylight. Eyes were perfect in the really. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ ഓണർ എന്ന് പറയുന്ന രഘു സാർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ BM ഹോം സിനിമാസുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് സാറിന് നമുക്ക് ചോദിച്ചു നോക്കാം. റീസെൻ്റ്ലിയാണ് ഞാൻ BM ഹോം സിനിമാസിനെ പറ്റി അറിയുന്നത്. അപ്പോൾ വീട്ടിലൊരു ഹോം തിയേറ്റർ വേണമെന്നുള്ളത് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഭാഗ്യരാജിനെ പരിചയപ്പെട്ടു. ഇതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളോടത്ത് പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു.
ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഒരു സൗണ്ട് സിസ്റ്റം എല്ലാം ലേറ്റസ്റ്റ് ഡോൾബി അറ്റ്മോസ്, കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ തിയേറ്ററിന്റെ വിശേഷങ്ങൾ ഈ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ തിയേറ്ററിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് 150 ഇഞ്ചാണ്. അപ്പോൾ എലൈറ്റ് ബ്രാൻഡിൽ വരുന്ന 150 ഇഞ്ചിന്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ ആഗ്രഹമായിരുന്നു മാക്സിമം സ്ക്രീൻ സൈസ്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു സൈസാണ് 150. നമുക്ക് ഇതിന്റെ മേലെ വരുന്നുണ്ട്, പക്ഷേ അതിന് നമുക്ക് ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ട് 150 ആണ് നമുക്ക് ഈ റൂം സൈസിന് ആപ്റ്റായി വരുന്നത്. അതുകൊണ്ടാണ് 150 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ റൂം സൈസും കൂടി നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ റൂം സൈസിലേക്ക് വരികയാണെങ്കിൽ 20 അടി ആണ് ഇതിന്റെ നീളം വരുന്നത്, വീതി വരുന്നത് 15 അടി. അപ്പോൾ 20x15 റൂം സൈസിലാണ് ഈ തിയേറ്റർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 150 ഇഞ്ചിന്റെ സ്ക്രീൻ കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിന്റെ പ്രൊജക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു 4K പ്രൊജക്ടർ വേണമെന്ന് പുള്ളി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 150 ഇഞ്ച് പ്ലസ് ഒരു 4K പ്രൊജക്ടർ വരുമ്പോൾ നമുക്ക് എപ്സൺ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 9400 എന്നുള്ള ബ്രാൻഡിലുള്ള പ്രൊജക്ടറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ട്രൂ 4K ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇനി നമുക്ക് തിയേറ്ററിന്റെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഓങ്കിയോ ബ്രാൻഡിൽ വരുന്ന RZ70 എന്ന് പറഞ്ഞിട്ടുള്ള 11 ചാനൽ AVR ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സ്പീക്കർ പാക്കേജ് എന്ന് പറഞ്ഞാൽ Q അക്കോസ്റ്റിക് ബ്രാൻഡിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ്. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ടവർ സ്പീക്കറും സറൗണ്ടിങ് ആയിട്ട് ഇൻവാൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻവാൾ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കണ്ട നമ്മുടെ വാളിനോട് മാക്സിമം ഫ്ലഷ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള QI80RP എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇൻവാൾ സീരീസ് ആണ് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസിലേക്ക് വരികയാണെങ്കിൽ Q80C എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾ അറ്റ്മോസ് സീലിംഗ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ അറ്റ്മോസിന് വേണ്ടിയിട്ട്. 2 പെയർ അറ്റ്മോസ് കൊടുത്തിട്ടുണ്ട്, 2 പെയർ നമ്മൾ സറൗണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പീക്കേഴ്സ് നമുക്ക് കൺസീൽഡ് ആയിട്ട് നമ്മുടെ സ്ക്രീനിന്റെ സൈഡിൽ, അതേപോലെ തന്നെ ഒരു സെൻട്രൽ സ്പീക്കറും നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫ്രണ്ടിൽ വരുന്ന സ്പീക്കേഴ്സ് എല്ലാം ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സബ് വൂഫേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ QB12 എന്ന് പറഞ്ഞിട്ടുള്ള Q അക്കോസ്റ്റിക് 2 സബ് വൂഫേഴ്സ് ആണ്. അതും നമ്മൾ ഫ്രണ്ടിൽ ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 സബ് വൂഫേഴ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ മാത്രം മതി എന്നുള്ള കൊണ്ടാണ് നമ്മൾ സ്പീക്കേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് ഇതിന്റെ മീഡിയ പ്ലെയറിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ TVയുടെ മീഡിയ സ്ട്രീമിംഗ് ഡിവൈസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ വേറെ ഡിവൈസും കൊടുത്തിട്ടില്ല, പുള്ളിക്ക് ഓൺലൈൻ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ TV ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 7.2.4 ആണ്. 2 വരുന്നത് സബ് വൂഫേഴ്സും 4 വരുന്ന അറ്റ്മോസിന്റെ സീലിംഗ് സ്പീക്കേഴ്സും ആണ്. ഇനി നമുക്ക് ചെയേഴ്സിലേക്ക് വരികയാണെങ്കിൽ റിക്ലൈനർ ചെയേഴ്സ് 2 കൊടുത്തിട്ടുള്ളത് മാനുവൽ റിക്ലൈനേഴ്സ് ആണ്. അതേപോലെ തന്നെ 4 ചെയറിന്റെ സോഫ സെറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനുവൽ റിക്ലൈനേഴ്സ് ആണ് പുള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ 2 മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് 2 കൊടുത്തത്. പിന്നെ നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4 സോഫ സെറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിക്ലൈനർ ഒന്നും അധികം വേണ്ട, പുള്ളിയും വൈഫും മാത്രമേ സിനിമ കാണാൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം. അപ്പോൾ എന്തെങ്കിലും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ള പർപ്പസിനാണ് നമ്മൾ സോഫ സെറ്റും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് കൊടുത്തിട്ടില്ല, മാനുവൽ റിക്ലൈനേഴ്സ് ആണ് കൂടുതൽ 2 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ പാക്കേജിലും കൊടുക്കുന്ന പോലെ തന്നെ പ്രൊജക്ടറിന്റെയും AVRന്റെയും പ്രൊട്ടക്ഷന് വേണ്ടി 1K UPS നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിയേറ്ററിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും നല്ലൊരു തിയേറ്റർ നിങ്ങൾ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇതുപോലൊരു തിയേറ്റർ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും BA ഹോം സിനിമാസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഏത് ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് തിയേറ്ററിന്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്ങിലേക്ക് വരികയാണെങ്കിൽ അക്വസ്റ്റിക്. അപ്പോൾ നമ്മൾ ഒരു 3 ലെയർ അക്വസ്റ്റിക് ആണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പെറ്റ് പാനൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി 1000 GSM പോളിസിന്തിരിക്ക് പോളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്താണ് നമ്മൾ പെറ്റ് പാനലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ലെയർ അക്വസ്റ്റിക് ആണ് ഈ തിയേറ്ററിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിൽ നമ്മൾ ഓൾറെഡി അക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, റിബ്ഡ് കാർപ്പറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ 10 mm പോളിഫോമും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫാബ്രിക് സിസ്റ്റമാണ് സീലിംഗിൽ നമ്മൾ എല്ലാ തിയേറ്ററിലും യൂസ് ചെയ്ത് വരുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളും ആക്സസ് ചെയ്യാനും ഇപ്പോൾ എന്ത് സർവീസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഫാബ്രിക് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ എല്ലാ തിയേറ്ററിലും ഫാബ്രിക് സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ ജിപ്സമോ ബാക്കി എന്ത് മെറ്റീരിയൽ ആണെങ്കിലും എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ നമുക്ക് വയറിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ വന്ന് ചെയ്യേണ്ട, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് പൊടിയും ഡസ്റ്റൊക്കെ നിറയേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും പൊടി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക് സിസ്റ്റം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഇപ്പോൾ തിയേറ്ററിന്
അപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു തിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നവരെയും സൈനിങ് ഓഫ് ഭാഗ്യരാജ്.